കണ്ണ് എവിടെ വന്നിരിക്കുന്നേ? എന്തൊരു സങ്കടം പോലെ. എനിക്ക് വാവേനെ കളിപ്പിക്കണോ അമ്മ? അതിനെന്നാ റൂമിൽ വാവയുണ്ടല്ലോ, പോയി കളിപ്പിച്ചോ. അതിന് ദമയന്തി ആന്റി സമ്മതിക്കൂല. എന്താന്നറിയോ, കണ്ണൻ അന്ന് വാവയ്ക്ക് ഐസ്ക്രീം കൊടുത്ത് പനി പിടിപ്പിച്ചില്ലേ, അതുകൊണ്ടാ. എന്നും പറഞ്ഞ് അകത്തേക്കാതെ ഇല്ലേണ്ട ആവശ്യമുണ്ടോ? അതില്ല, കണ്ണന്റെ വാവയല്ലേ അല്ലേ. ഈ ദമയന്തി ആന്റി എല്ലാവർക്കും വലിയൊരു ശല്യല്ലേ കണ്ണ? ആ അമ്മമ്മ, എന്തെങ്കിലും ഒന്ന് ചെയ്. അമ്മമ്മ എന്തെങ്കിലും ചെയ്യാം. വാവനെ കളിപ്പിക്കണ കാര്യം ദമയന്തി ആന്റിയുടെ അടുത്ത് പറയോ? അച്ചോടാ, ഞാൻ പറയാം കേട്ടോ. എന്നെ റൂമിൻ്റെ അകത്ത് ഉണ്ടാക്കി തരുമോ? കണ്ണൻ പൊയ്ക്കോ, എന്നിട്ട് ദമയന്തി ആന്റിയോട് പറഞ്ഞാൽ മതി അമ്മൂമ്മ പറഞ്ഞു വാവനെ കാണിക്കാന്ന്. ദമയന്തി ആന്റി കാണിക്കും. അമ്മൂമ്മ പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറയുവേ. ധൈര്യമായിട്ട് പറഞ്ഞോ കണ്ണ. എന്നിട്ട് കാണിച്ചില്ലേ അമ്മൂമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞു. താങ്ക് യു അമ്മൂമ്മ. പക്ഷെ മീൻ വറക്കാൻ ഫ്രിഡ്ജിനകത്തുണ്ടേ. ഇത്തിരി ചൂടമ്മച്ചി, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഇതേ ഇരിക്കുന്നു. ഏതായാലും ചൂട് കൂടിയോണ്ട് ഒരു നല്ല കാര്യം ഉണ്ടായി ആശേ. എന്റെ പുത്രന്റെ ഊരുതണ്ടലൊന്ന് ഇച്ചിരി കുറഞ്ഞു. ഇപ്പൊ എവിടെ പോയതാണോ? ഇപ്പൊ എവിടെ പോയതാ? ഞാനങ്ങ് പോയൊന്നുമില്ല. ബൈക്ക് എടുത്ത് പുറത്ത് പോയാലേ ചാള പൊരിയുന്നല്ലേ പൊരിഞ്ഞു കിട്ടും. കറക്റ്റ്. എടാ സുമേ, ഞാനേ നിന്നോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു. എന്തമ്മ? എനിക്കൊരു ഹെൽപ്പ് വേണം. പറഞ്ഞോ. എടാ ദമയന്തി ഇവിടുന്ന് എങ്ങനെയെങ്കിലും നീ ഒന്ന് ഓടിച്ചു തരണം. ദമയന്തി ചേച്ചിയെ ഞാൻ എന്നിട്ട് വേണം അളിയനും പൈങ്കൂടെ എന്നെ പഞ്ഞിക്കിടാൻ. എടാ അവരൊന്നും ചെയ്യത്തില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവരോട്. എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. എന്താടാ അങ്ങനെ? നീ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇതും കൂടെ ഒന്ന് ചെയ്യാൻ മേലേ? പക്ഷെ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് അതിന് തക്കതായ പ്രതിഫലം വേണം. ചര കത്തുമ്പോ തന്നെ വാഴ വെട്ടണോടാ. വെട്ടണം. ജോലി ചെയ്താൽ കൂലി വേണം ചേട്ടത്തി. നിനക്ക് ഞാൻ കൂലിയൊക്കെ തരാം, പക്ഷെ 1000 രൂപ കൂടുതൽ നീ ചോദിക്കരുത്. 1000 രൂപയൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് പൈങ്കുടെ പിണക്കൊന്ന് മാറ്റണം. ബെസ്റ്റ്. ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ മതി. ചില്ലറ ദ്രോഹമൊന്നുമല്ല നീ നിന്റെ ചേട്ടനും കൂടെ അവളോടും അവളെ കെട്ടിയനോടും ചെയ്തേ. എന്റെ പൊന്നെടുത്ത് ഞാനല്ല, ചേട്ടനാണ്. ഞാൻ ഉത്തരവാദിത്തമില്ല എനിക്ക്. എനിക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന്. ഏതായാലും അതൊക്കെ വിട്. ഇതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ പറ. ഇതിനിപ്പം അമ്മ ഒന്ന് ഭയങ്കര സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്താ ഞാൻ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്താം. എടാ ഞാൻ പറഞ്ഞ പൈങ്കിള് കേൾക്കുകയില്ല. അമ്മച്ചി പറഞ്ഞ പൈങ്കിള് കേൾക്കും. ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ല, പക്ഷെ വേറൊരാൾ പറഞ്ഞാൽ കേൾക്കും. ആര്? ആശ. ഞാനോ? ഞാൻ പോയി പറയൊന്നുമില്ല. ആശ നീ പറഞ്ഞ അവള് കേൾക്കുന്നേ, അങ്ങ് ചെന്ന് പറ. പിന്നെ ചക്കരയല്ലേ പറയട്ടെ. ചേട്ടത്തി പറഞ്ഞ അവള് കേൾക്കും. എനിക്ക് വേണ്ടിയല്ലേ? കറി ഞാൻ നോക്കിയോളാം, അതിനെപ്പറ്റി നീ പറയണ്ടേ. ഞാൻ അവരെ പെട്ടിയും കിടക്ക എടുത്ത് അവരെ പാക്ക് ചെയ്ത് വിട്ടോളാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദമയന്തി ആന്റിയെ പറഞ്ഞു വിടണമെന്ന് എനിക്ക് വല്ല അഭിപ്രായമില്ല. ആശേ ചെല്ല്. ചെല്ല്. സുമേ, നീ എന്തെങ്കിലും ഒരു കിടുക്കാച്ചി പ്ലാനുമായിട്ട് വരണം. കിടുക്കാച്ചി പ്ലാൻ? എന്നിട്ട് നീ പ്ലാൻ ചെയ്യുന്ന ആദ്യം തൊട്ട് അവസാനം വരെ നീ എന്നോട് പറയണം. എന്തിനാ പറയുന്നേ? പിന്നെ പറയണ്ടേ, നീ വല്ല അബദ്ധവും കാണിച്ചാലോ? അബദ്ധോ? അങ്ങനെ പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. പ്ലാനൊന്നും പ്ലാൻ വിൽ ബി എക്സിക്യൂട്ട് മീ ആൻഡ് ഞാൻ തന്നെ. ശരി, പക്ഷെ എന്നാലും നീ എന്നോടൊന്ന് പറഞ്ഞേച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. തന്നെ ബുദ്ധി ഉപയോഗിക്കണ്ട കേട്ടല്ലോ. അന്നേരം നോക്കാം. അവരെ ഉരുട്ടിയിടൊന്നും ചെയ്തേക്കരുത്. അതെന്തെന്ന് വർത്താനമ്മ? ഞാൻ എന്തിനാ വെച്ചാൽ അവരെ ഉരുട്ടിയിടുന്നത്? അല്ല, നിന്റെ പ്ലാനിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നീ ആലോചിച്ചോ. ചെല്ല്. ഞാൻ ആലോചിച്ചോളാം. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ